നമസ്കാരം മാഡം. മാഡം നമുക്കിന്ന് രണ്ട് വിഷയങ്ങളാണ് സംസാരിക്കാനുള്ളത്. ഒന്ന്, സീതാറാം യെച്ചൂരി എന്ന നേതാവ് CPIM-ന്റെ ജനറൽ സെക്രട്ടറി, ദേശീയ ജനറൽ സെക്രട്ടറി മരണപ്പെട്ടിരിക്കുന്നു. അത് അവരുടെ ഇന്ത്യ മുന്നണിക്ക് ഒരു നഷ്ടം തന്നെയാണ്. ഇടത് ശക്തികൾക്ക് ഇന്ത്യയിൽ വർഗീയതയ്ക്കെതിരെ പോരാടിയ ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ നഷ്ടം. ഒന്ന് അതാണ്. രണ്ടാമത് മാഡം, കെജ്രിവാൾ. ഞാനൊരു കാര്യം പറയാം, ഞാൻ അതിൽ തന്നെ ആൻസർ ആദ്യം പറയാം അതൊരു ചോദ്യത്തില്. അതായത് സീതാറാം യെച്ചൂരി, താങ്കൾ പറഞ്ഞല്ലോ സീതാറാം യെച്ചൂരി ഇന്ത്യക്ക് ഒരു വലിയ നഷ്ടമാണ്. ഇന്ത്യക്ക് മാത്രമല്ല, അതായത് ഇടതുപക്ഷ ചിന്ത വച്ചു പുലർത്തുന്ന ലോകത്തെ ഏത് രാജ്യത്തിനും ഏത് വ്യക്തിക്കും അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വലിയ ഒരു നഷ്ടമാണ്, ഒരു കനത്ത പ്രഹരമാണ് എന്ന് തന്നെ പറയാം. ഉദാഹരണത്തിന് സീതാറാം യെച്ചൂരി ഒരുപക്ഷെ ചൈന പോലെ ഒരു രാജ്യത്തിന്റെ അധിപനായില്ല, പ്രീമിയർ ആയില്ല, അല്ലെങ്കിൽ റഷ്യ പോലെ ഒരു രാജ്യത്തിന്റെ പ്രീമിയർ ആയില്ല. പക്ഷേ ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. നമ്മൾ പറയുന്ന ഈ പുതിൻ, റഷ്യയുടെ പ്രീമിയർ ആയിട്ടുള്ള പുതിന്റെയോ അല്ലെങ്കിൽ ചൈനയുടെ പ്രീമിയർ ആയിട്ടുള്ള ഷീ ജിൻപിങ്ങിന്റെയോ ഒക്കെ താരതമ്യം ഒന്ന് ചെയ്തു നോക്കൂ. ഇദ്ദേഹം മാർക്സിനെ മനസ്സിലാക്കിയതുപോലെ, മാർക്സിനെ അനുസരിച്ച് ജീവിച്ചതുപോലെ ആണോ മറ്റു രണ്ടുപേരും ചെയ്യുന്നത്? അവര് അതായത് ലോകത്ത് മുഴുവനുമുള്ള അതായത് മാർക്സിയൻ ഫിലോസഫിയുടെ തന്നെ കടക്കൽ കത്തിവെച്ചുകൊണ്ടാണ് ഷീ ജിൻപിങ് ചൈനയിലും, അതുപോലെ വ്ളാഡിമിർ പുതിൻ റഷ്യയിലും, അതുപോലെ തന്നെ നോർത്ത് കൊറിയ ഒക്കെ നമുക്കറിയാം. മറിച്ച് ഇവിടെ ഈ ഒരു നേതാവ് ഇന്ത്യയിലേക്ക് തന്നെ വന്നാലും നമുക്കറിയാം, സീതാറാം യെച്ചൂരിയെ പോലെ സർവർക്കും പ്രിയപ്പെട്ടവരായ ഒരു നേതാവ് ഇനി ഒരു പക്ഷെ വളർന്നു വരും എന്ന് പോലും നമുക്ക് പ്രതീക്ഷിക്കാൻ നിർവാഹമില്ല. കാരണം അദ്ദേഹം അതായത് മാർക്സ് എന്നാണോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത്, ആ കാലഘട്ടത്തിലെ തൊഴിലാളികളുടെ അവസ്ഥ എന്തായിരുന്നു, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ്, ഹൃദയം തകർന്നാണ് മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്, തന്റെ ഫിലോസഫി കൊണ്ടുവരുന്നത്. ആ ഫിലോസഫിയെ അനുധാവനം ചെയ്ത ഇപ്പൊ ജീവിക്കുന്ന വളരെ ചുരുക്കം നേതാക്കളിൽ അഗ്രഗണ്യനാണ് സീതാറാം യെച്ചൂരി. അപ്പൊ അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ എന്ന് പറയുന്നത് ഇന്ത്യൻ ഡെമോക്രസിക്ക് തന്നെ വലിയ അടിയാണ്. ഇപ്പോ ഇന്ത്യ മുന്നണിയുടെ കാര്യം എടുക്കുക. ഇന്ത്യ മുന്നണി അതായത് നേരെ പോയി, അതായത് ഇന്ത്യ മുന്നണി ഒരു ശക്തി കേന്ദ്രമായി മാറണം ഇന്ത്യയിൽ. അങ്ങനെ ഛിദ്രശക്തികളെ അടിച്ചമർത്താൻ സഹായകമാകണം. ഭരണത്തിൽ ഇന്ത്യ മുന്നണി വന്നെത്തണം എന്നാഗ്രഹിച്ച് പ്രവർത്തിച്ച ഒരു നേതാവാണ്, അതിൽ ഒരു കളങ്കവുമില്ലാതെ പ്രവർത്തിച്ച ഒരു നേതാവാണ് സീതാറാം യെച്ചൂരി. മറ്റു പലരും ഓരോ സിദ്ധാന്തവുമായി മുന്നോട്ട് വരുമ്പോൾ അവർക്കൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ സീതാറാം യെച്ചൂരി രാഷ്ട്രത്തിന്റെ താല്പര്യം, ഓഫ്കോഴ്സ് ഇടതുപക്ഷത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു, അത് നാച്ചുറൽ ആണല്ലോ. പക്ഷെ അത് രാജ്യത്തിന്റെ താല്പര്യത്തോട് ഒത്ത് സംരക്ഷിക്കാനാണ് അദ്ദേഹം. അങ്ങനെ ഉള്ള ഒരാൾ മരിച്ചു എന്നുള്ളത് ഇന്ത്യ മുന്നണിക്കും ഇടതുപക്ഷത്തിന് വലിയ പ്രഹരമാണ്. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് ഇനി ഒരിക്കലും സീതാറാമിന്റെ കാലത്ത് വന്നതുപോലെ പൊങ്ങി വരാൻ പറ്റുമോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലുള്ള പ്രഹരം. അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്കും അതൊരു വലിയ പ്രഹരമാണ്. അദ്ദേഹത്തിന്റെ വിടവ് നികത്താൻ, അതായത് അഭിപ്രായങ്ങളിലൂടെ ഇന്ത്യ മുന്നണിയെ സപ്പോർട്ട് ചെയ്ത് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിച്ചിരുന്ന സീതാറാം യെച്ചൂരിയുടെ സ്ഥാനം വഹിക്കാൻ ഇനി ഇടതുപക്ഷത്ത് ആരുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതൊരു വലിയ വിടവാണ്. ഇന്ത്യൻ ഡെമോക്രസിക്ക് പ്രഹരമാണ്, ഇന്ത്യ മുന്നണിക്ക് പ്രഹരമാണ്, ഇടതുപക്ഷത്തിന് എല്ലാം വലിയ, അതായത് ഒരു പക്ഷേ മാരകമായ പ്രഹരമാണ്. മാഡം ഇത് പറയുമ്പോൾ ഒരു വേള ജയറാം രമേശ് എന്ന കോൺഗ്രസ് നേതാവ് CPM ജനറൽ സെക്രട്ടറിയായി യെച്ചൂരി വന്നപ്പോൾ ഞങ്ങൾ കോൺഗ്രസുകാരുടെ CPM ജനറൽ സെക്രട്ടറിയാണ് എന്ന് ജയറാം രമേശ് ഒരിക്കൽ പറഞ്ഞു. അതുപോലെ രാജ്യസഭയിലെ ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്തിനു പറയണം, അദ്ദേഹം ഇല്ലാത്ത രാജ്യസഭയെക്കുറിച്ച് ഒരു താല്പര്യമില്ല എന്ന് അരുൺ ജെയ്റ്റ്ലി എന്ന BJP നേതാവ് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അദ്ദേഹം അവർക്കെല്ലാം തന്നെ, കോൺഗ്രസുകാർക്ക്, രാഹുൽ ഗാന്ധിക്ക്, സോണിയാഗാന്ധിക്ക്, മാഡം പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണിക്ക് ഒരു ശക്തിയായിരുന്ന നേതാവ്. മാഡം, നമ്മൾ ഇത് പറയുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട ഇന്ന് 1-ാം ദിവസം, ഇന്നലെ മരിച്ചു, ഇന്ന് അദ്ദേഹം മരിച്ച ശേഷമുള്ള ആദ്യത്തെ ദിവസം. മാഡം, ഇന്ന് അരവിന്ദ് കെജ്രിവാൾ എന്ന നമ്മളീ പറഞ്ഞ ഇന്ത്യ മുന്നണിയുടെ നേതാവ് ജയിലിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിരിക്കുന്നു.
അപ്പോ കെജ്രിവാളും ഒരു ശക്തി അല്ലേ ഇന്ത്യ മുന്നണിയുടെ ഇന്ന് കണ്ട സീറ്റ് ശതമാനത്തിന്റെ വർധന, വോട്ട് ശതമാനം വർധനവ്, രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതിൽ കെജ്രിവാളിന്റെ ശക്തി വലുതല്ലേ? മാഡം, കെജ്രിവാൾ പുറത്തു വരുന്നു. അപ്പോൾ അതിനുശേഷം ഉണ്ടാകുന്ന ഈ 2-3 തെരഞ്ഞെടുപ്പുകൾ സംസ്ഥാനങ്ങളിൽ നടക്കാൻ പോകുന്നു, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിൽ. മാഡം, അതും കൂടെ പറഞ്ഞ് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. കെജ്രിവാളിന്റെ തിരിച്ചു വരവ് ജയിലിൽ നിന്ന് എന്ന് പറയാം മാഡം. അതായത് കെജ്രിവാളിന്റെ തിരിച്ചു വരവ് തീർച്ചയായും വലിയ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. കെജ്രിവാളിനെ പൂട്ടിയത് തന്നെ, അതായത് അകത്താക്കിയത് തന്നെ ലോക്സഭാ ഇലക്ഷനില് അദ്ദേഹത്തിന്റെ സ്വാധീനം, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സ്വാധീനം ഒക്കെ വെട്ടിച്ചുരുക്കി വലിയ വിജയം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. പക്ഷേ അദ്ദേഹം തന്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ കൊടുത്ത ആത്മവിശ്വാസം, അവർ വഴിയായും അദ്ദേഹം പാർട്ടിയിൽ ഭരണത്തിലിരുന്ന സമയത്ത് ഇന്ത്യൻ ജനതയിൽ ചെലുത്തിയ സ്വാധീനം അതൊന്നും അത്ര പെട്ടെന്ന് കെട്ടുപോകുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ പോലും AAP, അതായത് ആം ആദ്മി പാർട്ടി പിടിച്ചു നിന്നത്. ഇപ്പൊ അദ്ദേഹം തിരിച്ചു വന്ന് അദ്ദേഹത്തിന്റെ പഴയ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ഇന്ത്യ മുന്നണിക്ക് കരുത്തേകും. കാരണം അദ്ദേഹം ഇന്ത്യ മുന്നണിയോ AAPയോ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയറവ് പറയുന്ന പാർട്ടികളല്ല. രണ്ടിനും അവരവരുടേതായ കാഴ്ചപ്പാടുകളുണ്ട്, അവരവരുടേതായ നിലപാടുകളുണ്ട്. പക്ഷെ ആ നിലപാടുകൾ ഉള്ളപ്പോൾ പോലും ഒന്നിച്ച് നിൽക്കാതിരുന്നാൽ വരാൻ പോകുന്ന വലിയ വിപത്തിന്റെ ആ വലിപ്പം അത് ഇന്ത്യയെ പോലും വിഴുങ്ങത്തക്ക വലിപ്പമാണെന്ന്, ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ ശോഭ കെടുത്തുമെന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ് AAP നേതാവായ കെജ്രിവാൾ. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും രാഹുൽ ഗാന്ധി ആകട്ടെ, അതുപോലെ ഇപ്പൊ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച അദ്ദേഹമാകട്ടെ, ആരാണെങ്കിലും അതായത് സത്യസന്ധമായി അതായത് ഡെമോക്രസിയെ സംരക്ഷിക്കണം, ഇന്ത്യയെ ഡെമോക്രാറ്റിക് കൺട്രിയാക്കി വളർത്തിക്കൊണ്ടു പോകണം, ഇവിടുത്തെ മതേതരത്വം ശക്തിപ്പെടുത്തണം, മനുഷ്യന്റെ ജീവനേക്കാൾ വലുതല്ല പശുവിന്റെ ജീവൻ എന്നൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും കെജ്രിവാളിന്റേതായ റോളുണ്ട് പ്ലേ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ഈ 2-3 സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ വരാനിരിക്കെ അവിടെ ഒരുപക്ഷെ കോൺഗ്രസും AAPയും തമ്മിൽ സീറ്റുകളുടെ പേരിൽ തർക്കങ്ങൾ ഉണ്ടായേക്കാം. പക്ഷെ അതിൽ പോലും കെജ്രിവാൾ പുറത്തുണ്ട് എന്നുള്ളത് പരസ്പര ആശയവിനിമയത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ അതിന്റെ ഔട്ട്കം, ആശയവിനിമയത്തിന്റെ ഔട്ട്കം AAPയുടെയും ഇന്ത്യ മുന്നണിയുടെയും വിജയത്തിലേക്ക് ഒപ്പം നയിക്കുന്ന തരത്തിലുള്ളതായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാഡം, ഇതില് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു സംഗതി, അതായത് ഈ BJP എന്ന പാർട്ടിയുടെ, അതായത് ആ മുന്നണിയുടെ, അവരുടെ മുന്നണിയുടെ ആകെ മോദിക്കെതിരെ സംസാരിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ് സംസാരിച്ചിരുന്നത്. ഈ മോദി സർക്കാർ എന്ന് പറയുന്നത് EDയെ ഉപയോഗിച്ച്, അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ കേന്ദ്രം വേട്ടയാടുകയായിരുന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, മാഡം കേട്ടുകാണ്. അതായത് ഈ 2 ജഡ്ജിമാര്, സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാര്, സൂര്യകാന്ത് എന്നൊരു ജഡ്ജിയും ഉജ്വൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു ജഡ്ജിയും, ഇവർ രണ്ടുപേരും CBI ആണ് ഇദ്ദേഹത്തിനെ ഇപ്പൊ വീണ്ടും അറസ്റ്റ് ചെയ്തത്. നേരത്തെ കേസ് കഴിഞ്ഞിട്ട് വീണ്ടും ജാമ്യം കൊടുക്കാതിരുന്നത് CBI ഇടപെട്ടതുകൊണ്ടാണ്. അത് ശരിയായെന്നും 2 വശം ഈ 2 ജഡ്ജസും പറയുകയുണ്ടായി. ഏതായാലും മാഡം ഒന്നുകൂടെ ചോദിക്കുന്നു, ഈ BJP സർക്കാരിന്, മോദിക്ക് ശരിക്കും ഒരു ഈ പറയുന്ന ഉപതെരഞ്ഞെടുപ്പുകളും അല്ലാതെയും ഒക്കെ ഇദ്ദേഹത്തിന്റെ വരവ് ശക്തിയാകും എന്ന് തന്നെ മാഡം പറഞ്ഞതുപോലെ കരുതാം, അല്ലേ മാഡം? തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് അത് കരുത്തേകും, AAPക്കും കരുത്തേകും. അതുപോലെ താങ്കൾ പറഞ്ഞില്ല, മോദിക്കെതിരെ സംസാരിക്കുന്ന ഒരേ ഒരു നേതാവ് കെജ്രിവാൾ, അത് ഞാൻ സമ്മതിക്കില്ല. അദ്ദേഹത്തിനെതിരെ സംസാരിക്കുന്ന കേജ്രിവാളിനെ പോലെയോ അതിനേക്കാളോ ശക്തനാണ് രാഹുൽ ഗാന്ധി. അതുകൊണ്ടാണല്ലോ രാഹുലും കോൺഗ്രസും ഇല്ലാത്ത ഒരു ഭാരതം സ്വപ്നം കാണാനായിട്ട് മോദിയെ പ്രേരിപ്പിക്കുന്നത്. അതന്നെയല്ലേ ഇപ്പൊ അമേരിക്കയിൽ പോയി രാഹുൽ സംസാരിച്ചതുപോലെ ഇന്ത്യ വിരുദ്ധം എന്ന് പറയുന്ന ഒരു കൂട്ടര് BJPക്ക് അകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവർക്കൊക്കെ അപ്പൊ AAPയെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും, അപ്പോൾ ഒരുപക്ഷെ കോൺഗ്രസ് 1ാം ശത്രുവും AAP 2ാം ശത്രുവുമായിരിക്കാം നരേന്ദ്രമോദിയുടെ. രണ്ടായാലും ഈ 2 ശത്രുക്കളും ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒരു വലിയ ശത്രുവിനെയാണ് നരേന്ദ്രമോദി നേരിടേണ്ടി വരിക.
അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഈ യോജിപ്പ് ഇവർ ഒന്നിച്ചു നിൽക്കാൻ ഇടവരട്ടെ. CBI ഇനിയും ഇടപെട്ടേക്കാം. അതുപോലെ തന്നെ സുപ്രീം കോടതിക്ക് പക്ഷെ അത്രയ്ക്കും പക്ഷപാതപരമായിട്ട് പെരുമാറാൻ പറ്റുമോ എന്നെനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ വളരെ അടുത്ത കാലത്തെ ചില നിരീക്ഷണങ്ങൾ നമുക്ക് സുപ്രീം കോടതി പോലും പക്ഷപാതപരമായി പെരുമാറിക്കൂടെ എന്നൊരു സംശയം ജനിപ്പിച്ചേക്കാം. അതെന്ത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഉറപ്പാണ് അവസാനം സുപ്രീം കോടതി എങ്കിലും ഈ രാജ്യത്തിന്റെ ഡെമോക്രസിയുടെ രക്ഷയ്ക്കെത്തും. അങ്ങനെ വരുമ്പോ മതേതരത്വം ഇവിടെ രക്ഷിക്കപ്പെടും. ഞാനിപ്പോ ഓർക്കുകയാണ് ഒരു കാര്യം. അയ്യപ്പദാസ് എന്നോട് ചോദിച്ചപ്പോ ഇവിടെ നമുക്കറിയാം അദ്ദേഹം ആ കവി ഏത് കവിയാണ് അമേരിക്കയിൽ വെച്ച് പിന്നെന്താണ് കൊല ചെയ്യപ്പെടാൻ ശ്രമിക്കുകയും എന്നിട്ട് രക്ഷപ്പെടുകയും ചെയ്ത ആ കവി എഴുത്തുകാരൻ അദ്ദേഹം എന്താ പറഞ്ഞത്? റഷ്ദി തന്നെ. റഷ്ദി എന്താണ് പറഞ്ഞത്? ഇന്ത്യയിൽ ഒരു മുസൽമാനായി, ഒരു സ്ത്രീയായി, ഒരു ദളിതായി ജനിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഒരു പശുവായി ജനിക്കുന്നത് എന്ന് അദ്ദേഹം എഴുതിയതാണ്. അതിന്റെ പേരിലാണ് ഇസ്ലാം തന്നെ അദ്ദേഹത്തെ കൊലയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ തലയ്ക്ക് വിധി പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു മഹാനായ മനുഷ്യൻ, അതായത് ഇങ്ങനെ എഴുതണമെങ്കിൽ ഇസ്ലാമിനെ കൊണ്ട് തന്നെ കൊല്ലിക്കാൻ ഒരു ഇസ്ലാം ശ്രമിക്കുന്നുവെങ്കിൽ അദ്ദേഹം മഹാനാണ് എന്ന് നമുക്ക് സമ്മതിച്ചേ പറ്റൂ. അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ച ഇന്ത്യ, ആ ഇന്ത്യയെ തിരിച്ചറിയുകയും ഡെമോക്രസിയെ തിരിച്ചറിയുകയും അവിടെ പശുവിനേക്കാൾ വില പശു വളരെ ആദരിക്കപ്പെടേണ്ട ഒരു ജീവിയാണ്, ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കുന്നു. പക്ഷെ അതേ സമയത്ത് മനുഷ്യനേക്കാൾ ആദരിക്കപ്പെടേണ്ടതല്ല പശുവിനേക്കാൾ ആദരിക്കപ്പെടേണ്ടതാണ് മനുഷ്യൻ. ആ ചിന്ത ഉള്ള ഒരു മതേതര രാജ്യമായി ഇന്ത്യ മുന്നേറുന്നതിന് AAP ശക്തി പ്രാപിക്കണം, ഇന്ത്യ ശക്തി പ്രാപിക്കണം. അതിന് തീർച്ചയായിട്ടും നമ്മുടെ സുപ്രീം കോടതിയും മറ്റതുപോലുള്ള എല്ലാ വിധിന്യായ സ്ഥാപനങ്ങളും കൂട്ടുനിൽക്കുമെന്നും എത്ര കണ്ട് ഈ സെൻട്രൽ ഏജൻസി CBI പോലുള്ള സെൻട്രൽ ED CBI ഒക്കെ ശ്രമിച്ചാൽ പോലും അവസാനം വിജയം ഈ കൂട്ടുകെട്ടിന്റേത്, അതായത് AAP അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി കൂട്ടുകെട്ടിന്റേതായിരിക്കുമെന്നും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാഡം, വർഗീയത ഒരിക്കലും വിജയിക്കാൻ പാടില്ല എന്ന ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന നേതാക്കളുടെ തിരിച്ചുവരവ് ഇന്ത്യക്ക് നല്ലത് തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ല മാഡം? എന്തായാലും തിരക്കിനിടയിൽ ഇത്രയും നമ്മളോട് സംസാരിച്ചതിൽ വളരെ സന്തോഷം. താങ്ക് യു മാഡം. താങ്ക് യു മാഡം.